ക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കൂലി വർക്കർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. നമ്മൾ കഴിഞ്ഞ INCയുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഏത്? ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ സി സരോജിനി നായിഡു. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി 44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ? അമേരിക്ക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത്? ആൻസർ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായി. 16 G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഏതാണ്? 1908 G20 രൂപീകരിക്കപ്പെട്ടത്. G20 എപ്പോഴാണ് രൂപീകരിച്ചത്? 1999. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ സി ഏതാ? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ഓപ്ഷൻ സി 1, 2, 3. 20ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് സഖ്യങ്ങളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏത്? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്തു നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? ഏതാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാ? ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഓപ്ഷൻ സി 7-ാം സ്ഥാനം.
കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടും ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന രാജ്യം ഏത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈനയിൽ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ സി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി പമ്പ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം? ഇന്ദിര പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? ഓപ്ഷൻ സി പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആരാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്? ഓപ്ഷൻ സി എ ജെ ദേശായി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ഓപ്ഷൻ സി 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി? ജഗദീപ് ധൻഖർ. ഇങ്ങനെയും ചോദിക്കാം, ജഗദീപ് ധൻഖർ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? എത്രാമത്തെ ഓർത്തു വെക്കുക? 14ാമത്തെ രാഷ്ട്രപതി. ചാന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാ? ഓർബിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? SCERT ക്വസ്റ്റ്യൻ ആണ്. ഏതാ അമൃത ഷെർഗിലിന്റെ ചിത്രം? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ചരക്കു സേവന നികുതി GST നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ ബി ജൂലൈ 1, 2017. ഓപ്ഷൻ ബി GST നിലവിൽ വന്നത് ജൂലൈ 1, 2017. ഗോദാൻ എന്ന കൃതി രചിച്ചതാര്? പ്രേംചന്ദ്. SCERT ക്വസ്റ്റ്യൻ ആണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 2021 എത്രാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നൽകിയത്? 69ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ആരാണ് മികച്ച നടൻ? 49D അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? കാലം സാക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ,
2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഏതാ? ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഏതാ ശരിയായ ജോഡി? ഉത്തരം ബി, 2 മാത്രം ശരി. കൊമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇതും SCRTയിലെ ക്വസ്റ്റ്യൻ ആണ്. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? സി, പയർ. 55 അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഏതാണ്? 55 സി, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് രോഗത്തിന്റെ അപര്യാപ്തത ലക്ഷണമാണ്? കണയുടെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഓപ്ഷൻ ബി, 2 മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, പഠിച്ചു വെക്കുക. മുതിയം കടൽത്തീരം എവിടെയാണ്? മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിക്കുന്ന വർഷം? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023. നമുക്കറിയാം അല്ലേ? 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഏതാണ്? ആർദ്രം പദ്ധതി. 59A. 60C. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ഏതാണ് ശരിയുത്തരം? 60C. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഏതാ? നമുക്കറിയാം. ഏതാ? SCRTയിലെ ക്വസ്റ്റ്യൻ ഏതാ? കോൺവെക്സ് ലെൻസ്. 62 ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ജയന്റ് വീലിന്റെ ചലനം. ഏതാ ആൻസർ ഡി, ജയന്റ് വീലിന്റെ ചലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെന്റലീവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ടൈറ്റാനിയം. അടുത്ത ക്വസ്റ്റ്യൻ, 64ാമത്തെ ക്വസ്റ്റ്യൻ. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഏതാണ്? സിമ്പിൾ ആണ് അല്ലേ? ആൻസർ സി. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകളുടെ ചലനം കുറയുകയല്ല ചെയ്യല്, കൂടുക ചെയ്യല്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT16SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ബി, ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിലൂടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാ ഉൾപ്പെടാത്തത്? ആൻസർ ഡി, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത
ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ടത്, അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, എലിപ്പനി, ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ. ഏതാ ഒറ്റപ്പെട്ടത്? 67B ചിക്കൻ ബോക്സ്. നിപ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഏതാ പ്രകൃതിയായുള്ള വാഹക ജീവി? വവ്വാൽ. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഏതാണ് രോഗാവസ്ഥ? ആൻസർ സി, ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? ഏതാ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം? എല്ലാവർക്കും അറിയാം അല്ലേ? ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്ത്? ഏതാ? സിഫിക്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തതാണ്. ഇല്ലാത്തത് ഏത്? ഏതാ? ആൻസർ ഡി, പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശത്തിനെയാണ് ബാധിക്കുന്നത്? ഏതിനെയാണ്? നമുക്കെല്ലാം അറിയാം അല്ലേ? ആൻസർ സി, ലിംഫോസൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? 74A ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി ഏത്? ഏതാ? ബാലമിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നവയിൽ ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ഏതാ ഉത്തരം? ഓപ്ഷൻ സി, നമുക്കറിയാം അല്ലേ? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതമായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ആരാ? സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാ? ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയത്? കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാണ് സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ ഡി, തുടങ്ങനാട്. ഇനി മാത്സ് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 81ാമത്തെ ക്വസ്റ്റ്യൻ 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 80 ആൻസർ സി. 81 ആൻസർ എ. 82 ആൻസർ ബി. 83 ആൻസർ ബി. 83 ആൻസർ ബി. 84 ആൻസർ സി. 85 ആൻസർ ഡി. 86 ആൻസർ ആൻസർ എ. 86 ആൻസർ എ. 87 ആൻസർ എ. അഗെയിൻ എ. 88 ആൻസർ ഡി. 89 ആൻസർ ബി.
90 ആൻസർ സി. 91 ആൻസർ സി. 91 ആൻസർ സി. 92 ആൻസർ ബി. 93 ആൻസർ സി. 94 ആൻസർ ഡി. 95 ആൻസർ ബി. 96 ആൻസർ സി. 97 ആൻസർ സി. 98 ആൻസർ എ. 99 ആൻസർ ബി. 99 ആൻസർ ബി. 100 ആൻസർ എ. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. കൂലി വർക്കർ എക്സാം എന്ന് എഴുതിയ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ മാർക്ക് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.